നമസ്തേ സുരേഷ്. നമസ്തേ. നമസ്തേ. ഈ 2018 നമ്മുടെ കേരളത്തിൽ നടന്ന പ്രളയത്തെക്കുറിച്ച് സാറിന് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA മാത്യു കുഴൽനാടന് ഒരു ബോംബ് പൊട്ടിച്ചതായിട്ട് കണ്ടു. എന്താണ് സാർ ഈ ബോംബ്, ഒന്ന് പറഞ്ഞുതരാമോ? അത് ബോംബൊന്നുമല്ല, അത് അയാളുടെ നേതാവുണ്ടല്ലോ, ഈ രാഹുൽ ഗാന്ധി. അയാൾ ഈ കൂടെ ഇങ്ങനെ ഒരു നനഞ്ഞ പടക്കമായിട്ട് വരുമല്ലോ. അങ്ങനെ ഒരു പടക്കം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് അയാള് ഒരു നമ്മുടെ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്, സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് നമ്മുടെ തോട്ടപ്പള്ളി സ്പില്ലിയുടെ അവിടെയുള്ള മണൽ മാറ്റാത്തത് കൊണ്ടാണ് അന്ന് ഫ്ലഡിന്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ഒരു അതിനകത്ത് അദ്ദേഹം പിന്നെ മന്ത്രി അത് ആണെന്നും അതിനെക്കുറിച്ച് കേസ് കൊടുക്കുമെന്നും എൻക്വയറി ചെയ്യണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ 2018 കൃഷ്ണൻകുട്ടി മന്ത്രി ആയിരുന്നു? അല്ലല്ല, അന്ന് അദ്ദേഹം മന്ത്രി, അന്ന് മാത്യു ടി തോമസ് ആണ് മന്ത്രി അവരുടെ. അപ്പൊ അത് അയാളെ ഒന്ന് ഇറക്കാനുള്ള ഒളിയമ്പാണല്ലോ സാർ. തീർച്ചയായിട്ടും അത് തന്നെയാണ്, അത് പൊളിറ്റിക്സ് ആണ്. അപ്പൊ നമ്മൾ ആ പൊളിറ്റിക്സിലോട്ട് നമുക്ക് കൊണ്ടു തോന്നും. മാത്യു ടി തോമസിനെ കുറിച്ചുള്ള പിന്നെ അയാൾ കറകളഞ്ഞ പിന്നെ ആളാണെന്നും കറപ്ഷൻ അല്ലാത്ത ആളുമാണെന്നൊക്കെയാണ് നമ്മുടെ ജയശങ്കർ വക്കീൽ പറയുന്നത്. അതൊക്കെ ശരിയായിരിക്കാം. നമുക്കിതുവരെ അയാളെ കുറിച്ചൊരു ഇതുവരെ ഒരു കറപ്ഷൻ കേസ് നമ്മൾ കേട്ടിട്ടില്ല. എന്തായിരുന്നാലും അത് ഒരു തരം താണ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രം വന്നതാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഫ്ലഡ് ഉണ്ടാക്കിയത് ഒരു മാൻമെയ്ഡ് ഫ്ലഡാണെന്ന് ഞാൻ അന്നുതൊട്ടേ പറയും. അപ്പൊ ഇതിനെക്കുറിച്ച് അതിനു മുമ്പായിട്ട് ഈ മാൻമെയ്ഡ് ഫ്ലഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ രണ്ട് കാരണങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഒന്ന്, ഡാം അതോറിറ്റിയുടെ മിസ്മാനേജ്മെന്റ്, പിന്നെ ഒന്ന് വാട്ടർ ഡിസ്പോസലിന്റെ മിസ്മാനേജ്മെന്റ്. ഇത് രണ്ടുമാണ് പറയുന്നത്. ഈ ഡാം അതോറിറ്റിയെ കുറിച്ച് ഇപ്പൊ തന്നെ ഡോക്ടർ ബി അശോക് IAS അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയും കാണുകയുണ്ടായി. അപ്പൊ അത് അങ്ങനെ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ടെക്നിക്കലി ഇറ്റ് ഈസ് പോസിബിൾ. തീർച്ചയായും ടെക്നിക്കലി അല്ല, അത് വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ആണ്. അതായത് ഈ ഇടുക്കി ഡാം എന്ന് പറയുന്നത് 3 ഡാമുകൾ ചേർന്നാണ്. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം. ഇതില് ഇടുക്കി ഡാമിന് സ്പിൽവേ ഇല്ല. ഇതിന്റെ എക്സസ് വാട്ടർ ഒഴുകി കളയുന്നത് ചെറുതോണി ഡാമിൽ കൂടെയാണ്. 5 ഷട്ടേഴ്സാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ 5 ഷട്ടേഴ്സിനെയും കൂടെ ഒരുമിച്ച് തുറന്നു. അപ്പൊ ഈ അതിനകത്തുള്ള ഈ ഇടുക്കി ഡാമിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2403 അടിയാണ്. അതിന്റെ അതായത് ഫുൾ റിസർവ് ലെവൽ എന്ന് FRL എന്നുകൊണ്ടാണ് പറയുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഫുൾ റിസർവെയർ ലെവൽ, അത്രയും അത് മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ. അന്ന് വെള്ളം പൊങ്ങി 2403 2 ഫീറ്റ് വരെ എത്തി. 2402 ഫീറ്റ് വരെ. അതായത് ഇനി ഒരു അടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. ഈ സംഭവം അന്ന് ഞാനിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് 2390 92 എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു കസിനോട് ഞാൻ പറയായിരുന്നു, ഇതിപ്പോ തുറക്കണം. ഞാൻ വലിയ ഡാം എക്സ്പെർട്ടൊന്നും അല്ല, പക്ഷെ അത് ഒരു കോമൺ മാൻസ് കോമൺ സെൻസ് ആണ്. ഒരു സാധാരണക്കാരന്റെ ബുദ്ധിയിൽ ഉദിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ 2392 ഇതിപ്പോ തുറക്കണം. ഞാൻ വളരെ സ്പെസിഫിക്, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന്, കാരണം ഈ മലവെള്ളം വരുന്ന ഭയങ്കര പെട്ടെന്നല്ലേ വരിക, അത് പെട്ടെന്ന് അങ്ങ് 2402 വരെ അങ്ങ് എത്തി. അപ്പോഴാണ് ഇവർക്ക് അന്ന് മണിയാശാനാണ് മന്ത്രി. അപ്പൊ എനിക്കിതിനകത്ത് പറയാനുള്ളത്, മണിയാശാന് പിന്നെ ആലോചിക്കാനുള്ള അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള കഴിവിനെ കുറിച്ചൊക്കെ അയാളിങ്ങനെ അപ്പോഴും കൈ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്തുകൊണ്ട് ഈ ഡാം അതോറിറ്റീസ് ഉദ്യോഗസ്ഥന്മാര് അവര് പറയണ്ടല്ലേ? മന്ത്രിയാണോ അവിടെ തീരുമാനിക്കേണ്ടത് ഈ കാര്യങ്ങള്, ടെക്നിക്കൽ കാര്യങ്ങള്? അവര് പറയണമായിരുന്നു. അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തില് ഒരു നല്ലൊരു ചെയർമാൻ ആണെങ്കിൽ, ഡാം അതോറിറ്റി ചെയർമാൻ ആണെങ്കിൽ ഓർഡർ കൊടുക്കണമായിരുന്നു തുറക്കാനായിട്ട്. അതായിരുന്നു ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് വരുന്ന കാര്യങ്ങൾ മന്ത്രിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ചെയ്തില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടപടി എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് അദ്ദേഹത്തിന് കോടതിയിൽ പോയി റെഡ്രസൽ ഉണ്ടാക്കാം. ഇതൊന്നും ചെയ്യാതെ കണ്ട് അത് ശരിക്കും പറഞ്ഞാല് രാഷ്ട്രീയക്കാരും
ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു മിസ്മാനേജ്മെന്റ് തന്നെയായിരുന്നു അത് എന്ന് അഭിപ്രായമുള്ളത് എനിക്കുള്ളത്. സാറേ, അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ 2018 ഫ്ലഡ് വളരെയധികം ദുരന്തമുണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ ഡാം മാനേജ്മെന്റ് അതോറിറ്റിയോ മന്ത്രിയോ ഇവരൊന്നും ഇതൊരു തീരുമാനമെടുക്കാതെ ഇവിടെ ഒരു കളി കളിച്ചതിൻ്റെ പിന്നിൽ ഈ ദുരന്തത്തെ ഒരു ബിസിനസ് മോഡലാക്കി മാറ്റാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? അങ്ങനെ നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ? അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തീർത്ത് പറയാനാകില്ല. പക്ഷേ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ ഒരു വലിയൊരു ബിസിനസ് മോഡലാക്കി മാറ്റാൻ ഉള്ള ശ്രമമല്ല, ശരിക്കും ഒരു ബിസിനസ് മോഡലായിട്ട് മാറ്റി. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കരച്ചിലിനെ പിന്നെ കാശാക്കി മാറ്റുന്ന ഒരു സംഭവവികാസമാണ് ഉണ്ടായത്. അല്ല സാർ, അത് എങ്ങനെയാണ്? ഈ ഒരുപാട് പൈസ പിരിഞ്ഞു കിട്ടി, 10,000 കോടിയോളം പൈസ പിരിഞ്ഞു, 10,000-3,000 കോടിയോളം സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് ഉണ്ടായി. അത് എങ്ങനെയാണ് തിരിമറി നടത്തി? അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാമോ? അത് ശരിയാണ്. കാരണം ഇത് ഒരു വലിയൊരു കലാമിറ്റി ഇപ്പോഴത്തെ ജനറേഷൻ നേരിടുന്നത് അന്നായിരുന്നു. 2018 ഫ്ലഡ്, അഭൂതപൂർവമായ ഫ്ലഡായിരുന്നു. അപ്പോൾ വളരെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു അതിന് റെസ്പോൺസ് ഉണ്ടായി. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസ് എല്ലാ ലെവലിലും ഉണ്ടായി. അപ്പോൾ അപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത് ഇതിനെ നമുക്കൊരു ബിസിനസ് ആക്കാമെന്ന്. അങ്ങനെ ഒരു 5,000 കോടിയോളം രൂപ പിരിച്ചു ആൾക്കാർ പല ലെവലിൽ നിന്ന്. പിന്നെ CSR ഫണ്ട് വഴിയും അങ്ങനെ 5,000 കോടി 3,000 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റന്റ് എയ്ഡായിട്ട് കൊടുത്തു. 8,000 കോടി അവർ ചെലവാക്കിയത് 4,130 കോടി രൂപയാണ് അവർ ആകെ കൂടെ ചെലവാക്കിയത്. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുത്ത് വെറും 4 ലക്ഷം രൂപ. ആലോചിച്ച് നോക്കിയ ഒരു 4 ലക്ഷം രൂപ കൊണ്ട് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത അതിൽ നിന്ന് ഏകദേശം ഒരു 3,700 കോടി 800 കോടിയോളം അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റി. അപ്പോഴാണ് ഇവരൊരു സാലറി ചലഞ്ചുമായിട്ട് വരുന്നത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത ദിവസങ്ങളുടെ സാലറി കട്ട് ചെയ്യാനുള്ള, അത് വിരട്ടിയും വിരട്ടാതെയും ഒക്കെ ആയിട്ട് പിന്നെ തിരിച്ചെടുത്തു. പിന്നെ അതവര് സ്ഥിരം പരിപാടിയാക്കി. അതായത് നമ്മുടെ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തന്നെ അവർ ചെയ്തു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ആൾക്കാരുടെ സെന്റിമെന്റ്സിനെ മുതലെടുക്കാൻ പറ്റിയ ഒരു അവസരമാണെന്ന് കണ്ടിട്ട് അന്നും ഇത് തന്നെ ആവർത്തിച്ചു. അതായത് പൈസ പിരിക്കാനുള്ള പുതിയ പുതിയ മാനദണ്ഡങ്ങൾ തേടുകയാണ് ഈ ഒരു പ്രളയത്തിന്റെ ബാക്കി പത്രമായിട്ട് സംഭവിച്ചത്. തീർച്ചയായിട്ടും. പക്ഷേ അത് കൊറോണ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് പിന്നെ മനസ്സിലായി. ഇപ്പോൾ ആൾക്കാർ കുറെ കൂടെ ഇൻഫോംഡ് ആണ്. ഇനി അത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ചൂരൽമലയുടെ കേസ് വന്നപ്പോഴത്തേക്ക് അത്രയും വലിയ റെസ്പോൺസ് ഉണ്ടായില്ല. ആൾക്കാർ പൈസ കൊടുക്കേണ്ടവർ അവരവരുടെ ചാനൽ വഴി ഓരോരുത്തരുടെ ലെവലിൽ ചെയ്തു. അപ്പൊ ഇതാണ്. അപ്പൊ ആൾക്കാർ എല്ലാ കാലത്തും ആൾക്കാരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. ഇനിയിപ്പോ അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. സാറേ, 1-2 ടെക്നിക്കൽ ഡൗട്ട്സ്. അതായത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, ഇത് രണ്ടുമാണല്ലോ യഥാർത്ഥത്തിൽ ഈ പ്രളയത്തെ കൺട്രോൾ ചെയ്യാനുള്ള 2 നമ്മുടെ എഞ്ചിനീയറിംഗ് വ്യവസ്ഥകൾ ചെയ്തു വച്ചിരിക്കുന്നത്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇതിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മണൽ മാഫിയയുടെ കളി ഇതിന് പിന്നുണ്ടെന്നൊരു ഞാൻ ചില വീഡിയോകൾ ചിലത് കണ്ടു. അതിനെക്കുറിച്ച് സാറ് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. ഇതിനകത്ത് ടെക്നിക്കൽ കാര്യങ്ങൾ പറയാൻ ഞാനൊരു ടെക്നിക്കൽ ആളല്ല. പക്ഷേ ഞാനിത് ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ 2 റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ച കാര്യം. രണ്ടുപേരും ഈ സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവരുടെ സൂപ്രണ്ട് എഞ്ചിനീയറായിരുന്നു ഉള്ള കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പിന്നെ അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞ് എനിക്ക് തന്ന ഡീറ്റെയിൽസ് നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അവിടെ 2 സിസ്റ്റമാണല്ലോ. ഒന്ന് തണ്ണീർമുക്കം ബണ്ട്, പിന്നെ ഒന്ന് തോട്ടപ്പള്ളി സ്പില്ല്. ഈ തണ്ണീർമുക്കം ബണ്ടെന്ന് പറയുന്നത് ഈ ഫ്ലഡ് കൺട്രോൾ ചെയ്യാനൊരു സംവിധാനമല്ല. അത് ശരിക്കും ഈ ഇതിലേക്ക് കൃഷിസ്ഥലത്തേക്ക് സലൈൻ വാട്ടർ, അത് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ളൊരു ബണ്ടാണ് ആ സംവിധാനം. അപ്പൊ അതവിടെ കായലിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന, അതിനകത്ത് പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ അതിനുള്ള സംവിധാനമല്ല. പിന്നെ സ്പിൽവേ കിടന്ന് ഇരുന്ന സ്ഥലം അതൊരു കരഭൂമിയായിരുന്ന
ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ ഒരു പരിധി വരെ ഇത് ഇതിന് അതിന്റെ കോൺട്രിബ്യൂട്ടറിയാണ്. ഈ ബണ്ടിന്റെ ഒരു കോൺട്രിബ്യൂട്ടറിയാണ് ഇതും എന്ന് പറയാം. അപ്പൊ അതൊരു 40 പിന്നെ ഇതും കൊണ്ടുണ്ട്, പിന്നെ ബാരേജ് ഉണ്ട്, പിന്നെ ഷട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊന്നും ശരിക്കും തുറക്കുകയും പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ സ്വാഭാവികമായിട്ടും അതിന്റെ അപ്പുറത്ത് മണല്, അവിടെ ശരിക്കും മണല് വന്ന് അടിയും. അത് കാലാകാലങ്ങളിൽ മാറ്റണം. പക്ഷെ അത് മാറ്റുന്നില്ല. ശരിക്കും ഇയാൾ പറയുന്ന പോലെ അതൊരു മണൽ മാഫിയയുടെ പിന്നെ ഭാഗമല്ല അത് ശരിക്കും പറഞ്ഞാൽ. അത് സ്വതവേയുള്ള ഇവരുടെ സർക്കാരിന്റെ പിന്നെ ലതാർജിയാണ്, ഇൻഎഫിഷ്യൻസി ആണെന്ന് പറയാം. അതാ. പിന്നെ അത് മാത്രമല്ല, ഈ വരുന്ന വെള്ളം ഒഴുക്കെ ഒരു 40 ഷട്ടറിൽ കൂടെ വിടാൻ പറ്റും. ഇത് പലയിടത്തുകൂടെയും പോകേണ്ട സാധനം. ഇവരിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്, ഈ രണ്ടു കാരണക്കാൾ കൂടുതൽ പറയാൻ പറ്റുന്നൊരു കാരണം, ഈ കരുവാറ്റ റെയിൽവേ ബ്രിഡ്ജ് അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥന്മാര് കൊടുക്കുന്ന റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 4 സ്പിൽവേ എങ്കിലും ഉണ്ടാവണം. 4 വെള്ളം പോകാനായിട്ടുള്ള. അതിന് പകരം അത് എന്തുകൊണ്ടോ അത് ഇവർക്കും അറിയില്ല അത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത്, 2 സ്പിൽവേ മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വെള്ളമെല്ലാം അവിടെ വരുമ്പോഴത്തേക്കൊരു എന്താ പറയുക, ഒരു പൈപ്പിലോട്ട് വെള്ളം വിടുന്ന ഒരു ഇഫക്റ്റ് ആവും. അപ്പൊ അത് ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാരണം പറയുന്നതിന് ഉപരിയായിട്ട് ഈ കരുവാറ്റ റെയിൽവേ ബ്രിഡ്ജിന്റെ ഇതാണ് അവര് ഒരു കാരണമായിട്ട് നമുക്ക് ഈ താഴെ ലെവലിൽ പറയാൻ പറ്റുന്നത്. നമ്മുടെ മുകളിൽ ലെവലിൽ ഇതുണ്ടല്ലോ, നമ്മുടെ ഡാം മാനേജ്മെന്റിലുണ്ടായ ഫെയിലൂർ ആണ് ശരിക്കും ഉണ്ടായിട്ടുള്ള ഫെയിലൂർ. അത് അതെ, അത് പിന്നെ ഇവര് പിന്നെ സക്സസ്ഫുൾ ആയിട്ട് കാശാക്കി മാറ്റി എന്നുള്ളതാണ് അതിന്റെ ഒരു സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സാറേ, ഒരു സംശയം, ഈ അവിടെ ഈ വന്ന് അടിയുന്ന മണ്ണിന് ഇത്ര വലിയ വാല്യൂ ഉണ്ടോ? അതിനകത്തുള്ള ഇലുമിനേറ്റോ ടൈറ്റാനിയം കണ്ടൻസോ ഒക്കെ ഉണ്ടോ? എന്താണ് അതിന്റെ പ്രത്യേകത? അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇലുമിനേറ്റിന്റെ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. അത് വലിയ കാര്യമായിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് കാണുന്ന പിന്നെ കൊല്ലം ആ ഭാഗത്തോട്ട് കാണുന്ന തരത്തിലുള്ള കണ്ടന്റ് ഇല്ലെന്നാണ് ഞാൻ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവര് സ്വർണം പോലെ അപ്പോഴപ്പോഴാ വാരി എടുത്തോണ്ട് പോകില്ലേ, അങ്ങനെ അവിടെ ഇട്ടേക്കുവോ? അതല്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഇക്കാര്യത്തിൽ ഈ തരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ സർക്കാരിന്, അന്നത്തെ സർക്കാരിനൊക്കെ ഉള്ള എന്താ പറയുക, സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢ പദ്ധതിയെ നമ്മൾ കാണുകയും അതിനേത് നമ്മൾ ജാഗരൂകരായിരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാം. അതായത് സാറ് പറഞ്ഞു വന്നത്, ദുരന്തങ്ങളെ ബിസിനസ്സായിട്ട് മാറ്റുന്നതിൽ എപ്പോഴും ജനങ്ങൾക്കൊരു കണ്ണ് വേണം എന്നുള്ളതാണ് സാർ പറഞ്ഞു. നമ്മൾ അതിനെ കൂടെ നിന്നു കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി സാർ. നന്ദി.